പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ച് പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർമ്മതല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും. ഇവിടെ വചനം വായിക്കുമ്പോൾ അതിൽ മനസ്സിലാകുന്നത് ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളിൻ്റെ, അല്ലെങ്കിൽ കർത്താവിനെ വിളിച്ച് പറയുന്ന മഹത്വമായി നിൽക്കുന്ന ഒരാളിൻ്റെ യോഗ്യതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. എന്തോന്ന് വേണം? 2-ാം വാക്യത്തിനകത്തുണ്ട്, നിങ്ങളുടെ വിചാരണയുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. അവരെന്ത് ചെയ്യണം? എങ്ങനെയാണ് ആടുകളെ മേയിപ്പിക്കുന്നത്? പച്ചയായ ക്രിസ്തുവിലൂടെ അവരെ മേയിച്ചുകൊണ്ട് പോകും അല്ലേ? ദൈവത്തിന് സ്തോത്രം. അവർ മേയിച്ചുകൊണ്ട് പോകുന്നൊന്നും ലോകത്തിലോട്ടല്ല, അവരുടെ മേയ്ക്കൽ അല്ലെങ്കിൽ അവരുടെ ആടിനെ തീറ്റുന്നത് പച്ചയായ പുൽമേടുകളിലൂടെയാണ്. ഇടയനാകുന്ന യേശുക്രിസ്തു നമ്മളെ നടത്തുന്നത് പച്ചയായ ആ സത്യസുവിശേഷത്തിനകത്തുകൂടെ, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ, ആ ക്രിസ്തുവിൻ്റെ സത്യത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. അപ്പോൾ ആ ഒരു ഇത് ദൈവത്തിൻ്റെ വേലക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് നടത്തേണ്ടത്. അടുത്ത വാക്യം വായിച്ചേ. അങ്ങനെയാണ്. എന്നാൽ നിർബന്ധത്താലല്ല, കേട്ടോ, നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെ അല്ല. ഉണ്ടോ? അപ്പം മേയ്ക്കുന്നത് നിർബന്ധ ബുദ്ധിയോടല്ല മേയ്ക്കേണ്ടത്. പിന്നെ എങ്ങനെ ആയിരിക്കണം? ദൈവത്തിന് ഹിതമാകും വണ്ണം. അപ്പോൾ ഒരു ദൈവവേലക്കാരൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ജനത്തോട് പറയാൻ പറ്റൂലേ? സത്യത്തിൻ്റെ പാതയിലൂടെ നടത്താൻ കർത്താവ് വിളിക്കപ്പെട്ട ദൈവവേലക്കാർ ഓരോരുത്തരോടും തിരുവചനം, സത്യസന്ധമായിട്ടുള്ള വചനം പറയും. അവർ സത്യത്തിലൂടെയാണ് സത്യവചനം പ്രസംഗിക്കുന്ന, കലർപ്പില്ലാത്ത. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്ക് ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ച് 2 കൊരിന്ത്യർക്ക് ലേഖനം 12:2. സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചത്, അതാണോ അതിലെ? അത് 1 കൊരിന്ത്യരാണോ? വായിച്ച് 11:2. സ്വത്രം എടുത്തവരൊന്ന് വായിച്ച് ആ വാക്യം. സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞ ഒരു വരിയാണ്. എരിയുന്നു ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ. കണ്ടോ? അപ്പോസ്തലൻ പറഞ്ഞതാണ് വിവാഹ നിശ്ചയം. 2 കൊരിന്ത്യർ 11 തന്നെയാണ്. അപ്പോൾ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ എങ്ങനെ ഉപായത്താൽ ചതിച്ചതുപോലെ. കേട്ടോ? അപ്പോൾ ഒരു ഇടയൻ, ദൈവം വേലക്കാർ അവരെ പച്ചയായ പുൽപ്പേടുകളിലൂടെ നയിക്കും. അപ്പോൾ ദൈവദാസന്മാർ, ഇവിടെ അപ്പോസ്തലനാകുന്ന പൗലോസും ജനത്തെ ക്രിസ്തുവിലേക്ക്, ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരനുഭവമാണ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷ. പക്ഷേ അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, പക്ഷേ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എങ്ങനെ എരിയുന്നു? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെങ്ങനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹത്തിനൊരു നിശ്ചയം ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നിശ്ചയിച്ചത്? ഒരു നിർമ്മല കന്യകയായി കൊണ്ടെത്തിക്കാനാണ് ആ വിവാഹത്തെക്കുറിച്ച് നിശ്ചയം. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിൻ്റെ അടുത്ത് വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഒരു ദിവസം ഈ ആളിനെ, ഈ നിർമ്മല കന്യകയൊക്കെ എവിടെ കൊണ്ടെത്തിക്കും? എത്തിക്കും. ഇതാണ് അപ്പോസ്തലൻ പറഞ്ഞ സ്വർഗത്തിൽ എല്ലാവരെയും എങ്ങനെ കൊണ്ടെത്തിക്കും? എങ്ങനെ? നിർമ്മലൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളതാരാ? പരിശുദ്ധനും നിർമ്മലനും നിഷ്കളങ്കനും ആയ ഒരാളെ ഉള്ളൂ അല്ലേ? അതാരാണ്?
യേശു ക്രിസ്തു. അതുപോലെ ആ നിർമ്മലതയോടെ കൊണ്ടെത്തിക്കാൻ ഒരു ഡ്യൂട്ടിയാണ് ദൈവവേലക്കാർക്ക് ദൈവം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ആ പച്ചയായ പുൽമേടുകളിലൂടെ അല്ലെങ്കിൽ ആ സത്യസുവിശേഷത്തിലൂടെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലൂടെ ജനത്തെ കൊണ്ടുചെന്ന് ആരടുത്താക്കണം? യേശുവിൻ്റെ അടുത്ത് ആക്കണം. നിർമ്മല കന്യകയാക്കി എത്തിക്കണം. എങ്ങനെ എത്തിക്കണം? ഞാൻ ചോദിക്കട്ടെ, 2024 നമ്മൾ എത്ര പേർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും ഓരോ ദിവസമുള്ള ശുശ്രൂഷ എന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരുന്നു, എന്നെ ജയിപ്പിച്ചുകൊണ്ടിരുന്നു, എന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നിറച്ചുകൊണ്ടിരുന്നു നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ഈ കഴിഞ്ഞ 2023 ഇന്ന സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷേ 24 ആയപ്പോൾ അതെല്ലാം എന്നിൽ നിന്ന് മാറി. ആ ഒരു വർഷം എന്നിലത് വന്നില്ലെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ ഇത് പറയാൻ ഒന്നുമില്ലെങ്കിൽ അർത്ഥം എന്താ? അകത്തെന്തില്ല? ജീവനില്ല. സ്വത്രം. അപ്പോൾ അപ്പോസ്തലൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും എങ്ങനെയാണ് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരുന്നത്. കന്യകയാക്കി കൊണ്ടെത്തിക്കാനാണ് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടത്. പക്ഷേ നമ്മൾ നോക്കണം, ഓരോ ദിവസവും ഞാൻ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നുണ്ട്. വചനമൊന്നും കേൾക്കാതിരിക്കുന്നില്ല, വചനം കേൾക്കുന്നുണ്ട്. ഈ വചനം എൻ്റെ അകത്താഴമായിട്ട് ഇറങ്ങി 4 സ്ഥലങ്ങളിൽ വചനം വീണു. ഒന്ന് പാറപ്പുറത്ത്, മുള്ളിനിടയിൽ, വഴിയരികിൽ, നല്ല നിലത്ത്. പക്ഷേ മറ്റേത് 3 പോയപ്പോൾ നല്ല നിലത്തുള്ളത് ക്ഷമയോടെ കാത്തിരുന്നു. എന്ത് ചെയ്തു? ആ വിത്ത് വീണ സ്ഥലത്ത് നിന്ന് ക്ഷമയോടെ അത് കിളിർത്തു വന്നു. അർത്ഥം 4 കൂട്ടരുണ്ട്. ഒന്ന് മുള്ളിനിടയിലുള്ള കൂട്ടരാണ്, ഒന്ന് വഴിയരിലുള്ള കൂട്ടരാണ്, ഒന്ന് പാറപ്പുറത്തുള്ള കൂട്ടരാണ്. വരും, കേൾക്കും, ഞെരുങ്ങും, അല്ലെങ്കിൽ ചൂട് തട്ടും, അല്ലെങ്കിൽ പ്രശ്നം വരും, അതോടെ അല്ലെങ്കിൽ പറവകൾ കൊത്തിക്കൊണ്ടു പോകും, അതോടെ തീരും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, തിരുവചനം പറയുന്നു, എന്നാൽ നല്ല നിലത്ത് വീണ വിത്തും ഉണ്ട്. നല്ല നിലത്ത്, ആ നല്ല നിലത്ത് വീണ വിത്ത് എന്ത് ചെയ്യുന്നറിയാമോ? അത് 30, 60, 100 എന്ത് ചെയ്യും? ഫലം കായ്ക്കും. എത്രയായി? 30, 60, 100 ഓരോ വചനം കേൾക്കുമ്പോൾ അത് അകത്ത് വീണിട്ട് പെട്ടെന്ന് ഫലം കൊടുക്കുന്നല്ല, ക്ഷമയോടെ ഫലം കൊടുക്കും. അല്ലേ? ക്ഷമയോടെ. എത്ര പേർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും? 2023 ഉള്ള സ്വഭാവത്തെക്കാൾ സ്വഭാവമാണ്. നമ്മൾ വിചാരിക്കുന്നു പുറത്തുള്ളത് അല്പം മാറിയല്ല, മാറുന്നില്ല. ദൈവത്തിന് സ്വത്രം. മാറേണ്ടതല്ല, മാറണം, പുറത്ത് മാറാനുണ്ട്. പക്ഷേ നമ്മൾ അകത്തൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. എത്ര പേർക്ക് പറയാൻ പറ്റും ചങ്കിൽ കൈവച്ച്, കർത്താവേ, അതെ അപ്പ കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെയൊക്കെയായി എൻ്റെ ജീവിതമായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ സ്ഥാനത്ത് എൻ്റെ യേശു അപ്പൻ്റെ കരുണാസമ്പന്നാകുന്ന ദൈവത്തിൻ്റെ ആ സ്വഭാവം എൻ്റെ അകത്ത് ഇറക്കി. ആ ഭാഗത്ത് എൻ്റെ അപ്പൻ ജീവിച്ചത് കൊണ്ട് സ്തോത്രം എന്ന് പറയാൻ കഴിയുന്നവർക്ക് മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാവരും ഉയർത്തില്ല. കാരണം എന്നറിയാമോ? സ്തോത്രം. എനിക്ക് അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല ദൈവമേ, അതുകൊണ്ട് കര ഉയർത്തവരും നിന്നെ കൊണ്ട് യോഗ്യതയില്ലെന്നാണ്. അടുത്ത് കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ നമ്മൾ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, കർത്താവ് എനിക്ക് വളരാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിൽ വളരാൻ കഴിയുന്നുണ്ടോ? പുസ്തകം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിലേക്ക് നടത്താൻ ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു? മേയിച്ചു. എന്തിനു വേണ്ടി? ക്രിസ്തുവിലേക്ക് നടത്താം. ഒരു ശുശ്രൂഷകൻ്റെ ജോലി ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നടത്തി ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ അവരെ തികവുള്ള ഒരു ഒത്ത മണവാട്ടിയാക്കി എവിടെ എത്തിക്കുക? കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു, പക്ഷെ സർപ്പം ഹൗവായ ഉപായത്താൽ, കണ്ടോ, ചതിച്ചതുപോലെ നിങ്ങളെയും ചതിച്ച് നിങ്ങളും ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നഷ്ടപ്പെട്ടു പോകുമോ, നശിച്ചു പോകുമോ, വീണു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വായിച്ചേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. കൊരിന്ത്യർക്ക് ലേഖനം വായിച്ചേ. ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് അപ്പോസ്തലന്മാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവവേലക്കാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, വരുന്ന ജനത്തെ അവരുടെ ക്രിസ്തുവിനെ കൊടുത്ത് ക്രിസ്തുവിലൂടെ അവരെവിടെ എത്തിക്കുക? നിർമ്മല കന്യകയായി ആരുടെ അടുത്ത് എത്തിക്കുക? കർത്താവിൻ്റെ അടുത്ത് എത്തിക്കുകയാണ് അവരുടെ ഡ്യൂട്ടി. വേറെ ഒന്നും അവർക്കില്ല. വേറെ ഒന്നും ഡ്യൂട്ടി നോക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. അവർക്ക് എവിടെ എത്തിക്കുക? സ്വർഗത്തിൽ എത്തുമ്പോൾ അവർ വിശുദ്ധ പൈതലായിട്ട് തന്നെ എത്തണം. അതിനുള്ള സുവിശേഷം കൊടുക്കണം, അതിനുള്ള വചനം കൊടുക്കണം, അതിനുള്ള വാക്യം കൊടുക്കണം, അതിനു വേണ്ടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, അതിനു വേണ്ടിയായിരിക്കണം ശുശ്രൂഷ ചെയ്യുന്നവരുടെ മെയിൻ ലക്ഷ്യം അതായിരിക്കണം. അതെങ്ങനെ ഇരിക്കണം? ദൈവത്തിൻ്റെ ഹിതപ്രകാരം വേണം ചെയ്യാൻ. കണ്ടോ? ആ വാക്യം വായിച്ചേ, പത്രോസ് അപ്പോസ്തലൻ ലേഖനം വായിച്ചേ.
നിങ്ങളുടെ വിചാരണയിലുള്ള ആ. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. മേയ്ക്കണം. അടുത്ത് നിർബന്ധത്താൽ അല്ല, ദൈവത്തിന് ഹിതമാമണ്ണം, ദൈവത്തിന് ഹിതമാമണ്ണം, മനഃപൂർവമായും, നോക്കിയേ, മനഃപൂർവമായും, ദുരാഗ്രഹത്തോടെയല്ല. ദുരാഗ്രഹം. അപ്പൊ ചില ആൾക്കാരെ മേയ്ക്കുമ്പോൾ അവരുടെ പിന്നിലൊരു ദുരാഗ്രഹം കാണാൻ പാടില്ല. നിങ്ങൾക്കറിയാം ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഉദ്ദേശം എന്തെന്നറിയാം. പല ആഗ്രഹത്തോടെയും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ ആഗ്രഹമല്ലാതെ മറ്റൊരാഗ്രഹം വന്നാൽ അതിൻ്റെ പേരാണ് ദുരാഗ്രഹം. അടുത്ത വരി വായിച്ചേ. ഉന്മേഷത്തോടെയും. അടുത്ത് എങ്ങനെ ചെയ്യണം? കരഞ്ഞല്ല, പിന്നെ ഉന്മേഷത്തോടെ വേണം പ്രാർത്ഥിക്കാനും ചെയ്യാനും ഒക്കെ. അടുത്ത വരി. ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. കണ്ടോ, കർത്തൃത്വം ഞാൻ പറയുന്നതിന് നടക്കണമെന്നല്ല, ബൈബിളിലുള്ളത് നടക്കണമെന്നാണ്. കണ്ടോ, ശുശ്രൂഷ ചെയ്യുന്ന ആളിൻ്റെ ഹിതമല്ല നടക്കേണ്ടത്, പിന്നെ വേദപുസ്തകത്തിലുള്ള വചനപ്രകാരം ക്രിസ്തുവിൻ്റെ ഹിതമാണ് ഇവിടെ നടക്കേണ്ടത് ആലയത്തിനകത്ത്. അടുത്ത വരി വായിച്ചേ. ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട്. അപ്പോൾ ശുശ്രൂഷകർ എങ്ങനെയായിരിക്കണം? ഒരു മാതൃകയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ആൾ എങ്ങനെയായിരിക്കണം? ആട്ടിൻകൂട്ടത്തിന് എങ്ങനെയുള്ളവരായിരിക്കണം? ആട്ടിൻകൂട്ടത്തിന് ഒരു ദൈവമക്കൾ നമ്മൾ ആരായിരിക്കണം? ഒരു മാതൃക വേണം. പെന്തക്കോസ്തിൽ വരുന്നവരാണ്, കർത്താവിനെ ആരാധിക്കുന്നവരാണ്. ഇത് നമ്മൾ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ എന്ത് കാണണം? ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ വേലക്കാരാ. എന്ത് കാണണം? ആ മാതൃകയായിട്ട് കാണണം. അടുത്ത വരി. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇതാണ് യഥാർത്ഥ സത്യം. അങ്ങനെ ആയാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അങ്ങനെ ആയാലാണ് എന്ത് പ്രാപിക്കുന്നത്? തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുന്നത്. അടുത്ത വരി. അവണ്ണം ഇളയവരെ മൂപ്പന്മാർ കീഴടങ്ങുകയും. കണ്ടോ, മൂപ്പന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങും. പിന്നടുത്ത് എല്ലാവരും തമ്മിൽ കീഴടങ്ങി. കണ്ടോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? എങ്ങനെ കീഴടങ്ങണം? പരസ്പരം എന്ത് ചെയ്യണം? കീഴടങ്ങണം. അല്ലെങ്കിൽ ഞാൻ പിടിച്ച കൊമ്പ് എന്നെ ഉയരണം എന്നല്ല, പിന്നെ പരസ്പരം കീഴടങ്ങണം. അടുത്ത് താഴ്മ ധരിച്ചുകൊള്ളുവിൻ. അടുത്ത് കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളു. പിന്നെ അടുത്ത് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവം എന്ത് ചെയ്യുന്നു? നിഗളികളോട് എതിർ. ലൂസിഫർ നിഗളിച്ചു, എനിക്ക് എല്ലാത്തിനും കഴിയും, എല്ലാത്തിനും പറ്റും, ഞാൻ എന്തോ ആണെന്ന് ലൂസിഫർ എന്ത് ചെയ്തു? സഹോദരങ്ങളെ, നിഗളിച്ചു, കൊമ്പത്ത് കയറി. ദൈവം എന്ത് ചെയ്തു? പെട്ടി താഴെയിട്ടു. നിഗളിച്ചു. നിഗളം പാടില്ല. സ്തോത്രം. നമുക്ക് നിഗളം പാടില്ല, നിഗളം പാടില്ല. അടുത്ത് താഴ്മയുള്ളവർക്കോ. കണ്ടോ, നിഗളികളോട് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം എതിർക്കുന്നൊരു കൂട്ടരാണ് ആര്? നിഗളിക്കുന്നവർ. നിഗളിക്കുന്ന ആരുണ്ടെങ്കിലും ദൈവം അവരെന്ത് ചെയ്യും? എതിർക്കും. നിഗളികളോട് ദൈവം എപ്പോഴും എന്ത് ചെയ്യും? എതിർത്ത് നിൽക്കും. കണ്ടോ, നമ്മൾ നിഗളിച്ചാൽ ദൈവം അനുകൂലമല്ല അവിടെ, പിന്നെ ദൈവം പ്രതികൂലമാണ്. കണ്ടോ, നമ്മൾ നിഗളിച്ചാൽ ദൈവം കൂട്ടു നിൽക്കുന്ന ദൈവമെന്നല്ല, എതിർക്കുന്ന ദൈവമെന്ന്. അത് ആരായിരുന്നാലും എതിർക്കുമെന്ന്. നിഗളിക്കുന്ന വ്യക്തിയോട് ദൈവം എന്ത് ചെയ്യും? കൂട്ടു നിൽക്കുമെന്നാണോ? ഇല്ല, പിന്നെ എന്ത് ചെയ്യും? എതിർക്കും. സ്തോത്രം. ഹല്ലേലൂയ. ലൂസിഫർ നിഗളിച്ചു, അവനോട് ദൈവം എതിർത്തു, അവനെ വെട്ടി താഴെ ഇട്ടു അല്ലേ? ആരെന്നൊന്നും നോക്കിയില്ല, എത്ര കാലം ശുശ്രൂഷിച്ചവനാണെന്നൊന്നും ദൈവം നോക്കിയില്ല, അവനെ തള്ളി തകർത്തിട്ടു. കാരണം ദൈവത്തിന് നിഗളികളോട് എപ്പോഴും എന്തെന്നാണ്? എതിർത്ത് നിൽക്കും. അടുത്ത വരി. താഴ്മയുള്ളവർക്കോ. നോക്കിയേ, താഴ്മയുള്ളവർക്കോ നിഗളിക്കുന്നവരോട് ദൈവം എന്ത് ചെയ്യും? എതിർത്ത് നിൽക്കും. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 21-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള സ്തോത്രം വാക്യമാണ്. വാക്യം 22-ാം അധ്യായം വായിക്കുമ്പോൾ സ്തോത്രം അതിനകത്ത് എഴുതിയിരിക്കുന്നത് 22-1 മുതൽ വായിച്ചേ. അരാമും ഇസ്രായേലും 3 സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. മൂന്നാം ആണ്ടിലോ യഹൂദ രാജാവായ ആദ്യം 21-29 വായിച്ചിട്ട് ആഹാബ് എന്റെ മുമ്പാകെ തന്നെ താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എന്റെ മുമ്പാകെ തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തുമെന്ന് കൽപ്പിച്ചു. കണ്ടോ, ദൈവം പറഞ്ഞു ചീരത്തോട്ടം. കണ്ടോ, അതാണ് ആ വാക്യമാണ് കിടക്കുന്നത്. 1 രാജാക്കന്മാർ 21-ാം അധ്യായം ആദ്യം മുതൽ വായിച്ചേ, ടക്കനെ വായിച്ചേ. സ്വത്രം 21-ാം അധ്യായം 1 മുതൽ വായിച്ചേ. അതിന്റെ ശേഷം സംഭവിച്ചത്, ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേൽ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം, അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ, അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം, അല്ല നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം. അപ്പൊ നാബോത്തിന് ഒരുപാട്
സ്ഥലങ്ങളുള്ളവനാണ്. പക്ഷേ സ്തോത്രം, ആഹാബിന് ഒരുപാട് വസ്തുവകൾ ഉള്ളവനാണ്. പക്ഷേ പാവപ്പെട്ട ഒരുത്തൻ്റെ മുന്തിരിത്തോട്ടത്തെ തന്നെ രാജാവിന് വേണം. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. വാശി പിടിക്കുകയാണ്. അടുത്ത വരി വായിച്ചേ. ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുത് എന്ന് പറഞ്ഞു. നാബോത്ത് പറഞ്ഞു, എനിക്കുള്ളത് പിതാവ് തന്ന അവകാശമാണ്, ഇത് ഞാൻ വിട്ടുതരൂല. അടുത്ത വരി. ഇസ്രായേലിനെ നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ടു. ആഹാബിന് വ്യസനം പൂണ്ടു, നീരസം പൂണ്ടു. അടുത്ത അരമനയിലേക്ക് ചെന്നു. ഭക്ഷണം ഒന്നും കഴിച്ചില്ല. കട്ടിൽമേൽ മുഖം തിരിച്ചു കിടന്നു. അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്ന് ഭക്ഷണം ഒന്നും കഴിക്കാതെ വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലക്ക് തരണം അല്ല. ഇസബേൽ ഭയങ്കര മിടുക്കിയ, അടിവേല ചെയ്ത് എങ്ങനെയും തള്ളിയിടാൻ മറ്റേ ആളിനെ പോലെ അല്ല, ഭയങ്കര മിടുക്കിയ. അടുത്ത് വായിച്ചേ. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലക്ക് തരണം അല്ല, നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത്രേ എന്ന് പറഞ്ഞു. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേൽ രാജഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക, നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എന്ത് വേണോ ഞാൻ ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് ആ ഭാര്യ ഇടപെടുന്നുണ്ടോ. ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്തും ചെയ്യാം, ആരെ വേണോ തകർക്കാൻ അവരൊരുക്കുക. വായിച്ചെടുത്തവർ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുത്തെഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയെന്തെന്നാൽ, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തുവിൻ. നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പിൻ. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞ് കൊല്ലേണം. അവന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൗരന്മാർ ഇസബേൽ പറഞ്ഞയച്ചതുപോലെയും അവൾ കൊടുത്തയച്ച എഴുത്തിൽ എഴുതിയിരുന്നത് പോലെയും ചെയ്തു. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു. നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി. ആഹാബിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ മുന്തിരിത്തോട്ടമുണ്ട്, ക്ഷീരത്തോട്ടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം നാബോത്തിന്റെ സ്ഥലത്തിന് വേണ്ടിയുള്ള തർക്കമാണ്. നാബോത്തിന്റെ സ്ഥലം കൊടുക്കൂല നാബോത്ത് പറഞ്ഞപ്പോൾ അയാൾ സങ്കടപ്പെട്ട് ഭക്ഷണം കഴിക്കാതായി. രാജാവിൻ്റെ ഭാര്യ പറഞ്ഞു, അയ്യോ അങ്ങ് ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, ഞാൻ ഏറ്റു എന്ന്. അങ്ങ് ഏറ്റ് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു, ഞാൻ ഏറ്റു, മെടുക്കി സമ്മതിച്ചു അല്ലേ. സ്വത്രം ഇവരങ്ങ് ഏറ്റു. അടുത്തവർ വായിച്ചേ. നീചന്മാരെ രണ്ടാളുകൾ വന്ന് അവന്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെ ദുഷിച്ചു എന്ന് അവർ ലെറ്ററൊക്കെ എഴുതി രാജാവിന്റെ സീലൊക്കെ വെച്ച് അങ്ങ് കൊടുത്തു വിട്ടു. രാജാവിന്റെ സീലെടുത്തൊക്കെ സീൽ ചെയ്ത് ലെറ്ററൊക്കെ എഴുതി, കള്ള ലെറ്ററൊക്കെ എഴുതി കൊടുത്തു വിട്ടു. പാവപ്പെട്ട മനുഷ്യൻ അറിഞ്ഞില്ല, അയാളെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തി തകർത്ത് കൊന്നു കളഞ്ഞു. അയാളെ കൊന്നു. അടുത്തവർ വായിച്ചേ. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു ചെയ്യുന്ന നീചന്മാർ ജനത്തിന്റെ മുന്നിൽ നിന്ന് വിരോധമായി നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മനുഷ്യനെ സ്തോത്രം തകർക്കാൻ പോവുകയാ. എന്തിനു വേണ്ടി? മനുഷ്യന്റെ വസ്തുവിന് വേണ്ടി. അടുത്തവർ വായിച്ചേ. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അടുത്തവർ നാബോത്ത് കല്ലേറ് കൊണ്ട് മരിച്ചു എന്ന് അവർ ഇസബേലിന് വർത്തമാനം പറഞ്ഞയച്ചു. കല്ലെറിഞ്ഞു കൊന്നു. അയാൾ അറിഞ്ഞിട്ടാണോ കല്ലെറിഞ്ഞേ? ഇല്ല. ഇതുപോലെ കല്ലെറിയുന്നവരുണ്ട്, കല്ലെറിഞ്ഞെറിഞ്ഞു കൊല്ലും. അയാൾ അറിഞ്ഞും ഇല്ല, അടിവേല ചെയ്തതാ സഹോദരി. അപ്പോൾ ആ ഇസബേലിൻ്റെ ഒരു തന്ത്രമായിരുന്നു ഇത്. ഫ്രണ്ടിൽ കൊണ്ടിരുത്തി കല്ലെറിഞ്ഞ് അവസാനം എന്ത് ചെയ്തു? കൊന്നു. അടുത്തവർ വായിച്ചേ. നാബോത്ത് കല്ലേറ് കൊണ്ട് മരിച്ചു എന്ന് ഇസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട്, നീ എഴുന്നേറ്റ് നിനക്ക് വിലക്ക് തരുവാൻ മനസ്സില്ലാത്ത ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. താഴ്മയുള്ളവർക്ക് കൃപ നൽകും, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. നിഗളികളോട് എപ്പോഴും എന്ത് ചെയ്യും? അപ്പോൾ ആഹാബിന് നിഗളം വന്നു, ഇസബേലിന് എന്ത് വന്നു? നിഗളം വന്നു. എന്താണ് നിഗളം? സ്വത്രം. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം, അപ്പൻ കൊടുത്ത മുന്തിരിത്തോട്ടത്തിനെ ആർക്ക് വേണം? ആഹാബിന് വേണം. വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും നിഗളം കയറി തൻ്റെ സാമർഥ്യം കൊണ്ട് അതിനെ വലിച്ചെടുക്കാൻ കള്ളക്കേസിൽ കുരുക്കി ഫ്രണ്ടിൽ കൊണ്ടുപോയി കള്ളക്കേസിൽ കുരുക്കി കള്ളെടുത്തവർ അവർ ആഹാബിനോട് നീ എഴുന്നേറ്റ് നിനക്ക് വിലക്ക് തരുവാൻ മനസ്സില്ലാത്ത ഇസ്രായേലിനെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. കണ്ടോ, അവൻ മരിച്ചെന്ന് കണ്ടപ്പോ കല്ലെറിഞ്ഞു കൊന്നുല്ലേ? മരിച്ചെന്ന് കണ്ടപ്പോ ഏതെടുത്തു?
മുന്തിരിത്തോട്ടം അവകാശമാക്കാൻ പോയി. ഒന്നുകൂടെ വായിച്ച വരി. നാബോത്ത് കല്ലേറ് കൊണ്ട് മരിച്ചു എന്ന് ഇസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട്, നീ എഴുന്നേറ്റ് നിനക്ക് വിലയ്ക്ക് തരുവാൻ മനസ്സില്ലാത്ത ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. നാബോത്ത് ജീവനോടെ ഇല്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി. എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിശ്ബിനായ ഏലിയാവിനുണ്ടായതെന്തെന്നാൽ, ഇവൻ അത് ചെയ്തപ്പോൾ ഇവൻ വിചാരിച്ചില്ല ഇതെല്ലാം ദൈവം കാണുന്നുണ്ടെന്നൊന്നും. ചിലർ എന്ത് ചെയ്താലും ആരും അറിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കൂ. നമ്മൾ നോക്കൂല്ലേ, ആരെങ്കിലും കണ്ടോ നോക്കും, ഇത് ആരെങ്കിലും കണ്ടോ കേട്ടോ എന്ന് നമ്മൾ നോക്കൂ. പക്ഷെ ഇയാൾ വിചാരിച്ചില്ല, അപ്പോൾ ആരെയും വിചാരിച്ചില്ല ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നെന്ന്. സ്വത്രം. നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെ, ദൈവം കാണുന്ന കാര്യം നമ്മൾ നോക്കത്തില്ല, ആൾക്കാർ കാണുന്നൊന്ന് നോക്കും. ആരെങ്കിലും അറിഞ്ഞോ, ആരെങ്കിലും കണ്ടോ, ആരെങ്കിലും കേട്ടോ എന്ന് നമ്മൾ നോക്കും. പക്ഷെ ദൈവം കണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇവർ ശ്രദ്ധിച്ചില്ല. ആരും ശ്രദ്ധിച്ചില്ല? ആഹാബ് ശ്രദ്ധിച്ചില്ല, ഇസബേൽ ശ്രദ്ധിച്ചില്ല. ഇവർ രണ്ടുപേരും ദൈവത്തെ ശ്രദ്ധിച്ചില്ല. മരിച്ചു എന്നറിഞ്ഞു അല്ലേ? അടുത്തവർ വായിച്ചേ. എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിശ്ബിനായ ഏലിയാവിനുണ്ടായതെന്തെന്നാൽ, എടാ നീ അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇതെല്ലാം കണ്ടു, ദൈവം ഇതെല്ലാം അറിഞ്ഞു. ഇവർ രണ്ടുപേരും കരുതി ഇതൊന്നും ദൈവം കണ്ടില്ല, ഇതൊന്നും ദൈവം അറിഞ്ഞില്ല, സ്തോത്രം ഞങ്ങൾ തന്നെ അല്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല ഇല്ല ഇല്ല, സർവശക്തൻ ഇത് കണ്ടു. സർവശക്തൻ ഇറങ്ങി ഏലിയാവിന്റെ അടുക്കൽ വന്നു. ഏലിയാവിനോട് പറഞ്ഞു, എടാ നീ പോയി. വീണ്ടും അയാൾ യുദ്ധത്തിന് വേണ്ടി 3 സംവത്സരം കഴിഞ്ഞു. ആരാമും ഇസ്രായേലും 3 സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. സ്തോത്രം. 3-ാം ആണ്ടിലോ യഹൂദ രാജാവായ യഹോശാഫത്ത് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. കണ്ടോ, അവിടെ അങ്ങോട്ട് യുദ്ധം ഉണ്ടായപ്പോൾ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഇവിടെ ഇറങ്ങി. വായിച്ചേ സ്തോത്രം. 22:19 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്കോ കൃപ നൽകും. താണു വീണപ്പോൾ ആഹാവിൻ്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ക്ഷമിച്ചു. താണു വീഴുമ്പോൾ ദൈവം ക്ഷമ നൽകും. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയട്ടെ, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മനസ്സലിവുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ക്ഷമിക്കുന്ന ദൈവമാണ്. ഏത് ലോക തോൽവിയെയും ക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടെത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ നാളുകൾ ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തിറങ്ങട്ടെ. നല്ല നിലത്ത് വീണ വിത്ത് എന്ത് ചെയ്യുന്നറിയാമോ? അത് താഴ്മയോടെ കേൾക്കും, ക്ഷമയോടെ കാത്തിരുന്ന് അത് 100 പേനി ഫലം കൊടുക്കും. കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഫലവും വന്നില്ലെങ്കിലും ഞാൻ പറയാം, ദൈവസന്നിധിയിൽ ഒന്ന് താഴാൻ നമുക്ക് കഴിഞ്ഞാൽ അത് യേശുവിന്റെ സ്വഭാവമാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പിൻ. സൗമ്യത ആർക്കേ ഉള്ളൂ? യേശുവിനെ ഉള്ളൂ. താഴ്മ ആർക്കേ ഉള്ളൂ? യേശുവിനെ ഉള്ളൂ. ഇതൊരു സ്വഭാവമാണ്, ഇത് യേശുവിലുള്ളതാണ്. ഇത് എൻ്റെ അകത്ത് വന്നാലേ എനിക്ക് താഴാൻ പറ്റൂ. അല്ലാതെ ഞാൻ ഇവിടെ താഴെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് താഴത്തില്ല. താഴുവോ? ഇവിടെ നിന്ന് താഴെ ഇറങ്ങി താഴുവോ? കുറെ കുഴിയെടുത്ത് താന്നു താഴുവോ? അതെന്തെന്നാ? ഒരു സ്വഭാവമാണ്. അതെവിടെ വരണം? എൻ്റെ അകത്ത് വരണം. അത് ആർക്കുള്ളതാ? യേശുവിലുള്ളതാ. ഇതെൻ്റെ അകത്ത് വരുമ്പോൾ എനിക്ക് നികളഭാവം എന്ന് വരെ വരില്ല. യേശു അപ്പം ചെന്നറിഞ്ഞാൽ യേശുവിൻ്റെ അടുക്കൽ എത്തും വരെ നികളഭാവം വരത്തില്ല. അല്ലെങ്കിൽ സ്വത്രം നികളം വരും. നികളം വരുമ്പോൾ ദൈവത്തിൻ്റെ കോപം ഇറങ്ങും. നികളോട് ദൈവം എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവർക്ക് ദൈവം എന്ത് നൽകും? കൃപ നൽകും. ഹല്ലേലൂയ. ഇവിടെ ഏതാ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നമുണ്ടായി. ദൈവം പറഞ്ഞു ഇറങ്ങി നിന്ന് പറഞ്ഞു. 22-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അതിനവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറെ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ മാറി വന്നു. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവം അവിടെ ഇറങ്ങി നിന്നത് കർത്താവിന് വിരുദ്ധമായിട്ട് താഴ്മയോടെ നിൽക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? കടാക്ഷിക്കും. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം വായിച്ചേ. 22.
അവന്റെ മകനായ ബേൽഷാസരെ ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെ താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. കാണാനും കേൾപ്പാനും അറിയുവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. കണ്ടോ, ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കോപം ഉറങ്ങി. അവിടെ ഒരു കൈ ചുവരിലേക്ക് വന്നു, അവിടെ ഒരു എഴുത്തെഴുതി. വായിച്ചേ. എഴുത്തോ മൈനെ മൈനെ തെക്കേൽ ഊഫസീൻ. കാര്യത്തിന്റെ അർത്ഥമാവിത് മൈനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബേൽഷാസറിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. എന്നാൽ രാജ്യത്തിലെ മൂന്നാമനെ വാഴുമെന്ന് അവനെ കുറിച്ച് പ്രസിദ്ധമാക്കി. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽഷാസർ കൊല്ലപ്പെട്ടു. കണ്ടോ, ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകും, നിഗളികളോടോ ദൈവം എതിർത്ത് നിൽക്കും. ആ ഒരു അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് നിഗളം വരുന്നെങ്കിൽ കർത്താവ് നമ്മളോട് എതിർത്ത് നിൽക്കുകയാണ്, അനുകൂലമല്ല. അപ്പം നിഗളം അത് ദൈവത്തിൻ്റെ ഹിതമല്ലാത്തൊരു സ്വഭാവമാണ്. എന്നാൽ താഴ്മ അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അത് യേശുവിന് മാത്രമുള്ളതാണ് താഴ്മ. ആ താഴ്മ യേശുവിന് ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങൾ ഇന്ന് പള്ളിക്കകത്തിരിക്കുന്നത്. യേശുവിൻ്റെ കരുണയുടെ ഓരോ തരികളാണ് ഞാനും നിങ്ങളും. യേശുവിൻ്റെ ക്ഷമയുടെ ഓരോ തരികളാണ് ഞാൻ നിങ്ങളും. യേശു ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ ഒരൊറ്റ എണ്ണം കാണത്തില്ല. യേശു ദീർഘക്ഷമ കാണിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ ഒറ്റ എണ്ണം കാണത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, ഒരു ഷോട്ട് നിങ്ങളുടെ ഇത് മൊബൈലിൽ വന്ന് കാണും. ഒരു ഷോട്ട്, എന്താ ഷോട്ട്? ഹല്ലേലൂയ. അതിൽ രണ്ട് ചിത്രീകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഒരു സഹോദരി കല്ലെറിഞ്ഞ് എന്നെ വല്ല തൊട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കല്ലെറിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആ ഷോട്ടിനകത്ത് അവർ ഇട്ടിരിക്കുന്ന മുഖത്തെല്ലാം ബ്ലഡ് ആ സഹോദരിയുടെ മേൽ വരുന്നുണ്ട്. പാപി എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷേ യേശുപ്പച്ചൻ്റെ അടുക്കൽ അവൾ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കാല് തൊടുമ്പോൾ എൻ്റെ യേശുപ്പച്ചൻ അവളെ കാല് തൊട്ട് അവൾ ഇങ്ങനെ നോക്കുമ്പോൾ സ്തോത്രം, യേശു ക്രിസ്തു കൈക്ക് പിടിച്ച്, ആരും പിടിക്കത്തില്ല കണ്ടോ. ഈ കൈക്ക് പിടിച്ച ആളാരാ? ഒരു പാവമില്ലാത്ത ആൾ. കല്ലെറിഞ്ഞ് കൊണ്ടുവന്നവരാരാ? ഈ സഹോദരിയെക്കാൾ 100 മടങ്ങുള്ളവരാണ്. കല്ലെടുത്തവരെല്ലാം എന്ത് ചിന്തിച്ചാണെന്നറിയാമോ? എന്നെക്കാളും കുഴപ്പം പിടിച്ചെന്നാണ് എറിഞ്ഞത്. അതിൻ്റെ 100 മടങ്ങല്ല, 10,000 മടങ്ങല്ല, 1 കോടി മടങ്ങല്ല ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക, ആരും അറിയാതെ. ഇവരെ പിടിച്ചു, മറ്റത് കണ്ടില്ല. സഹോദരിയെ പിടിച്ചു അല്ലേ? കല്ലെറിഞ്ഞവന്മാരെ പച്ചവെള്ളം കുടിക്കുമ്പോൾ കുടിച്ചോണ്ട് കണ്ടില്ല, ആരും കണ്ടുപിടിച്ചില്ല. അതാണ് പറ്റിയത്. ഇവരെ കണ്ടുപിടിച്ചു, മറ്റാൾ ആരും കണ്ടില്ല. ഇതിനേക്കാളും ചെയ്തുകൊണ്ടിരിക്കുക. കല്ലെറിഞ്ഞെറിഞ്ഞ് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു പാവമില്ലാത്ത ഒരാളെ ഉള്ളത്. എന്നാൽ നമുക്കാരെങ്കിലും കല്ലെറിയാനുള്ള യോഗ്യത ഉണ്ടോ സഹോദരങ്ങളെ? ഒരു മനുഷ്യർ, എൻ്റെ കാര്യം പറയാം, എനിക്ക് ഒരു മനുഷ്യർ ഒരു വാക്ക് പറയാനുള്ള യോഗ്യത, അങ്ങനെ യോഗ്യതയുള്ള ഒരാളെ ഉള്ളതാരെ? സ്തോത്രം, ഹല്ലേലൂയ. ഒരാൾ മാത്രമേ അങ്ങനെയുള്ള. ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം,
യാക്കോബിന്റെ ദൈവം, ഏഴകളുടെ ദൈവം, ഈ ദൈവം മതി എനിക്ക്. അബ്രഹാമിന്റെ ദൈവം, ഏഴകളുടെ ദൈവം, ഈ ദൈവം മതി എനിക്ക്. 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 ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതി എനിക്ക്. ഈ ദൈവം മതി എനിക്ക്. ഈ ദൈവം മതി എനിക്ക്. ഈ ദൈവം മതി എനിക്ക്. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. എല്ലാരും മറന്നിടിലും ഉറ്റവർ തള്ളിയാലും, എല്ലാരും മറന്നിടിലും ഉറ്റവർ തള്ളിയാലും, മാറത്തണച്ചു ആശ്വാസം പകരുന്ന ഈ ദൈവം മതി എനിക്ക്. മാറത്തണച്ചു ആശ്വാസം പകരുന്ന ഈ ദൈവം മതി എനിക്ക്. ഈ ദൈവം മതി എനിക്ക്. എല്ലാവരും പാടിക്കേ. ഈ ദൈവം എനിക്ക്. ഈ ദൈവം എല്ലാരും മാറ്റി പിടിപ്പോൾ ചേർത്ത് പിടിക്കുന്ന ദൈവം. ഈ ദൈവം മതി എനിക്ക്. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ. ഓ കൃപ, ഓ കൃപ, കൃപ, ഓ കൃപ, 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 കൃപ. ഈ ദൈവം മതിയേ, ഈ ദൈവം. ഓ കൃപ, കൃപ, കൃപ. ഭാരങ്ങൾ മാറട്ടെ, വിഷമതകൾ മാറട്ടെ. ഓ ഈ ദൈവം മതിയേ. കൃപ, കൃപ, കൃപ. ദൈവ സാന്നിധ്യം ഓരോ മക്കളുടെ മേൽ നിറയുന്നു, നിറയുന്നു, നിറയുന്നു. ആ ഭാരങ്ങൾ മാറുന്നു, ആ പ്രയാസം മാറുന്നു, ആ പ്രതിസന്ധി മാറുന്നു, ഹൃദയം പൊട്ടുന്ന വേദനകൾ മാറുന്നു. ആ ആശ്വാസം വരുന്നു. ഒരു ആശ്വാസത്തിന്റെ കരം, ഒരു ആശ്വാസത്തിന്റെ കരം, ഒരു തണുപ്പിന്റെ കരം. നിന്റെ ഹൃദയം പൊട്ടി തകർന്നിരിക്കുകയാണ്. എന്നാൽ ആ തകർന്നിരിക്കുന്ന ഹൃദയത്തിനകത്ത് എന്റെ അപ്പന്റെ കരം ഇറങ്ങുന്നു. 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 അപ്പന്റെ കരം ഇറങ്ങുന്നു. അപ്പന്റെ കരം ഇറങ്ങുന്നു. അപ്പന്റെ കരം ഇറങ്ങുന്നു. ഓ ജീസസ്. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, കൃപ, ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇവരെ കല്ലെറിഞ്ഞ് 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 കൊണ്ടുപോയി. ഇവർ വിചാരിച്ചു യേശു ഇവരെ കൊല്ലുമെന്ന് വിചാരിച്ചു. ഇവർ വിചാരിച്ചെന്നാ യേശു ഇവരെ ചിന്തയല്ലല്ലോ ദൈവത്തിൻ്റെ ചിന്ത. മനുഷ്യൻ്റെ ചിന്തയിൽ അളക്കൂല്ലേ? ദൈവം അങ്ങനെയാണോ? മനുഷ്യൻ കാണാതെയൊക്കെ അങ്ങ് അളക്കും. ദൈവം കണ്ടിട്ട് ചെയ്യും. ഒന്നാമത് പറഞ്ഞു അയാൾ അറിയാതെ അയാളെ കല്ലെറിഞ്ഞ് കൊന്നൂല്ലേ. രണ്ടാമത് പറഞ്ഞു ഒരുപാട് പേര് കല്ലെറിഞ്ഞ് കൊണ്ടുവന്നു. ഇവരെക്കാളും 100 മടങ്ങല്ല, ലക്ഷോപലക്ഷം പാപം
ആരും ക്ഷമിക്കാൻ പോലും പറ്റാത്ത നീച്ച പാവം ചെയ്ത അനേകരൊരു പക്ഷേ അതിനകത്തുണ്ടായിരിക്കും. പക്ഷെ ഇവരെല്ലാം നമ്മൾ പുറം കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇവരുടെ എല്ലാം അകം കാണുന്ന യേശു ഇവരുടെ എല്ലാം അകം കണ്ടുകൊണ്ടിരുന്നു. ഒരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, വിശുദ്ധൻ. ആരെ? യേശു മാത്രം. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ സഹോദരി എവിടെ പോകാൻ, ആരടുത്ത് പോയാലും ആരും ഒരു വാക്ക് പോലും പറയാൻ, അയാളെക്കുറിച്ച് ഒരു താങ്ങ് പറയാൻ. ഇവരുടെ ജീവിതത്തിൽ പാവം വന്നു, മറ്റൊരു ജീവിതത്തിൽ പാവം വന്നവരീനേക്കാളും യേശു. പക്ഷേ അവിടെ വചനത്തിൽ പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ നിന്നെ എല്ലാം തീർത്തിട്ടാണ് നീ കല്ലെറിഞ്ഞാൽ കുഴപ്പമില്ല. തീർന്ന ആള് ഈ സഹോദരി ഇങ്ങനെ വരുമ്പോൾ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഒരു പാപമില്ലാത്ത ആള്, അതിനേക്കാളും ചെയ്തവർ കൊല്ലായേൽപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, യേശു ആയിരുന്നു. ഈ സ്നേഹം എൻ്റെ അകത്ത് വരാതിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുമോ? നിങ്ങൾക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. ആ സ്നേഹത്തിൻ്റെ തരികളാണ്. ആ സ്നേഹത്തിൽ കർത്താവ് കത്തിക്കാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്, ക്രിസ്തുവിൻ്റെ കരുതലാണ്, ക്രിസ്തുവിൻ്റെ കരുണയാണ്. നേരത്തെ കേട്ടതുപോലെ ദൈവം കാണാഞ്ഞിട്ടല്ല, ദൈവം കണ്ടു, എല്ലാം കണ്ടു. പക്ഷെ കരുണ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ദീർഘക്ഷമ എന്നെ ഇവിടെ ഇരുത്തി. ഹല്ലേലൂയ. എന്നെ ഇവിടെ നിർത്തി, നിങ്ങളിവിടെ നിർത്തി ഇരുത്തിയിരിക്കുന്ന ആരാ? ഈ കല്ലെറിഞ്ഞ കൂട്ടത്തിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ആളാ ആര്? ഞാനും നിങ്ങളും. വീണ സഹോദരനെ പോലുമല്ല, അതുപോലുമല്ല, അതിനേക്കാളും എത്രയോ മടങ്ങ് ഏറ്റവും നീചരായ എന്നെയും നിങ്ങളെയും പാപമില്ലാത്തവൻ കൈ പിടിച്ച് പൊക്കി ചേർത്ത് പിടിച്ചിട്ട് കർത്താവ് പറഞ്ഞു, മക്കളെ നിന്നെ ആരും കുറ്റം വിധിച്ചില്ലല്ലോ. എല്ലാവരും തിരിച്ചു പോയി ഇല്ലേ? പോയി. യേശു അവൾ മാത്രം ശേഷിച്ചു ഇല്ലേ? സ്വാതന്ത്ര്യം. യേശു പറഞ്ഞു, മക്കളെ ഇനി നീ പാവം ഉണ്ടാവും. ഇവിടെ ഈ ലിസ്റ്റിൽ ഞാനും നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പള്ളിക്കകത്തിരിക്കുന്നത്. അല്ല കഴിവും മിടുക്കും ഞാനെന്തോ ആയതുകൊണ്ടൊന്നുമല്ല, നമ്മളെല്ലാം തികഞ്ഞതുകൊണ്ടുമല്ല. നമ്മൾ ആരും തികഞ്ഞവരില്ല. ഈ സഹോദരി നിന്നില്ലേ, അതുപോലെ നിന്ന് അതിനേക്കാൾ നീചമായി. ഇത് ഞാൻ പറയും ഏറ്റവും കുറഞ്ഞ കുഴപ്പം. പക്ഷെ ഇതിനേക്കാൾ അങ്ങ് അറ്റത്ത് നീചമായി കൈ കൊണ്ടെടുക്കാൻ പറ്റാത്ത വേസ്റ്റായിരുന്ന എന്നെയും നിങ്ങളെയും എൻ്റെ യേശു അപ്പച്ചൻ ചേർത്ത് കരം പിടിച്ച് പൊക്കിയത് കൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്ന. നമ്മുടെ കഴിവോ മിടുക്കോ നമ്മുടെ പാണ്ഡിത്യമോ നമ്മുടെ പക്വതയോ നമ്മുടെ വിശുദ്ധിയോ ഉള്ളത് കൊണ്ടൊന്നുമല്ല. പിന്നെയോ ഹല്ലേലൂയ, വിശുദ്ധിയുള്ള ഒരാളാകുന്ന യേശു ക്രിസ്തു ക്ഷമയോട് അടുത്ത് വന്ന് ചെയ്യുന്ന എല്ലാം ഇതുപോലെ ലൈവായിട്ട് കണ്ടിട്ടും ഇന്ന് വരും നാളെ വരും കർത്താവിൻ്റെ സമയം വരെ കർത്താവ് കൂടെ നടന്ന് ആ രക്തം കൊണ്ട് കഴുകി ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുക. വന്ന വഴികൾ മറക്കരുത്, വന്ന വഴികൾ മറക്കരുത്. നമ്മൾ വന്ന വഴി കൂടെ വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളൊന്നുമല്ലേ? ഇനി എനിക്ക് വന്ന കുഴപ്പം മറ്റൊരാളിനെ അളക്കുകയും മനസ്സിലായില്ലല്ലോ. എന്തെങ്കിലും കണ്ട ഉടനെ നമുക്കൊരിത് വരും. ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ഡൗട്ടുകൾ അത് വെച്ചങ്ങളെന്ന് കളയും. നീ അളക്കുന്ന അളവിന് വേദപുസ്തകത്തിലെ വചനമാ, നിനക്കും അളന്ന് ഒരു ശകലം പോലും കുറയ്ക്കാതെ നീ അളക്കുന്ന അളവിനാൽ നിനക്കും അളന്ന് തരും ദൈവം. എൻ്റെ ചിന്തയിൽ ആ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നൊരു ചിന്തയിൽ അളന്ന് എവിടെ കൊണ്ടുവന്നു അല്ലേ? പക്ഷെ ഇവരളന്ന അളവ് അവർ തിരിച്ചു കൊണ്ടുപോയി. പക്ഷെ സഹോദരൻ ഫ്രീ ആയിപ്പോയി. കണ്ടോ വചനം കണ്ടോ? മറ്റൊരളന്നില്ലേ? അവർ വന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ കൊണ്ടുവന്ന അളവ് കോലും കൊണ്ട് തിരിച്ചു കൊണ്ടുപോയില്ലേ? പക്ഷെ സഹോദരി എങ്ങനെ പോയി? ഹൃദയമെല്ലാം നിറഞ്ഞ ആനന്ദത്തോടെ, സ്തോത്രം, സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ആശ്വാസത്തോടെ. മറുകില്ല യേശു, മറക്കുകില്ല, കൈവിടില്ല, വാണെന്നെ കൈവിടില്ല. ആ സഹോദരി സന്തോഷത്തോടെ പോയി. മറ്റേ ആളിനെ കല്ലെറിഞ്ഞു കൊന്നു, അയാൾ നേരെ പോയി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അളക്കുന്ന അളവിനാൽ നമുക്കും, നമ്മൾ പണ്ട് വന്ന കുറേ വഴികളുണ്ടല്ലേ, നമ്മൾ പറഞ്ഞ സംസാരങ്ങളുണ്ടല്ലേ, നമുക്ക് അപ്പൻ്റെ അമ്മയിൽ നിന്ന് വന്ന കുറേ സ്വഭാവങ്ങളില്ലേ, ഉണ്ടായിരുന്നില്ലേ?
ഇപ്പം ചിലർക്ക് കാണത്തില്ല, പക്ഷെ ഉണ്ടായിരുന്നില്ലേ? അത് വെച്ച് മറ്റൊരാളിനെ നമ്മൾ അളക്കാൻ പാടില്ല. അവരതുപോലെ അല്ല, അത് നമ്മളെ തന്നെ സ്വഭാവമാണ്. മറ്റവർക്ക് അതുപോലെ അല്ല, അവർ യേശുവിൻ്റെ ഹൃദയമുള്ളവരാ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മളെ ആ സ്ഥാനത്ത്, കല്ലെറിഞ്ഞ് കൊണ്ടുവന്ന സ്ഥാനത്ത് ശത്രു സകലതും എഴുതി ഇങ്ങനെ കണ്ടോ, ഇവളിത് ചെയ്തു കേട്ടോ, ശാലിനി ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോഴാണ് യേശുക്രിസ്തു എന്നെ അടുത്ത് പിടിച്ചിട്ട്, നിങ്ങളിൽ പാവമില്ലാത്തവൻ. അങ്ങനെ പിടിച്ച പിടിയിലുള്ള ആളാണ് ആര്? ഞാനും നിങ്ങളും. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഇനി എനിക്ക് ആരെങ്കിലും വിധിക്കാൻ പറ്റുമോ? കാരണം എന്താ? യേശുവിൻ്റെ ക്ഷമയിലൂടെ നിൽക്കുന്ന ആളാണ് ആര്? എൻ്റെ കഴിവിലല്ല, യേശുവിൻ്റെ ക്ഷമയുടെ ഒരു കണിയാണ് ഞാൻ. സ്തോത്രം. അപ്പോൾ നമുക്ക് ആരെയും വിധിക്കാൻ ഇല്ല. പക്ഷെ ക്രിസ്തു യേശു നമ്മുടെ അകത്ത് വരുമ്പോൾ താഴ്മയുള്ളവർക്കോ കൃപ ലഭിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ ഇതാ സ്തോത്രം, കല്ലെറിഞ്ഞ് തകർത്തു. എന്നാൽ അവിടെ ദൈവം ഇറങ്ങി, ദൈവം ചെയ്യേണ്ടത് ചെയ്തു. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ കർത്താവിൻ്റെ കൃപ പ്രാപിക്കുക. നിങ്ങളിലോട് ദൈവം എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്കോ കൃപ കൊടുക്കും. ആ കൃപയുടെ ഉടമസ്ഥനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ താഴ്മയാണ് നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ദീർഘക്ഷമയാണ് നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. നമ്മൾ ആരാധിക്കുമ്പോൾ ഓരോ ദിവസവും വീട്ടിലിരിക്കുമ്പോഴും ആരാധനയ്ക്ക് പള്ളി വരുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു വരിയുണ്ട്, അപ്പച്ചാ ഏതുമല്ലാത്ത എന്നെ അങ്ങ് കണ്ടല്ലോ, അങ്ങ് തെരഞ്ഞെടുത്തല്ലോ, ആ രക്തം കൊണ്ട് കഴുകിയല്ലോ, അപ്പ കയ്യിലെടുക്കാൻ കൊള്ളാത്ത, യേശപ്പാന്ന് വിളിക്കാൻ പോലും കൊള്ളാത്ത എന്നെ ഈ രാജാവിനെ വിളിക്കാൻ അങ്ങയുടെ പൈതലാക്കി എന്നെ മാറ്റിയല്ലോ. അപ്പ അങ്ങയുടെ സ്നേഹം, അയ്യോ എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. അങ്ങയുടെ സ്നേഹം അപ്പ എനിക്ക് രുചിച്ചറിയുന്നു അപ്പ, അതെനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. അങ്ങയുടെ സ്നേഹമാണല്ലോ അപ്പ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാ എന്നിലൊന്നുമില്ലല്ലോ അപ്പ, ചെളിയല്ലാതെ പാപമല്ലാതെ കുഴപ്പമല്ലാതെ എന്നിലൊന്നുമില്ലല്ലോ അപ്പ എന്ന് നമ്മൾ അലറിക്കരയാൻ കാരണം വേറെ ഒന്നുമല്ല, യേശുവിൻ്റെ സൗമ്യതയാണ് നമ്മളിവിടെ കൊണ്ട്. എവിടെയോ ഇന്നലെ ഈ വരി കേട്ടു, ദൈവത്തിൻ്റെ സൗമ്യത, സ്തോത്രം അല്ലേ, കർത്താവിൻ്റെ സൗമ്യതയാണ് വലിയവനാക്കിയെന്ന്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എവിടെയോ കേട്ടോ, ആരോ പ്രസംഗിച്ച് എവിടെയോ കേട്ടു ഞാൻ. ദൈവത്തിന് സ്തോത്രം, എങ്ങോട്ട് വെച്ച് കേട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തോ പോട്ടെ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ക്ഷമയും താഴ്മയും ദീർഘക്ഷമയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. ഇതാ ദാനിയേൽ 5-ാം അധ്യായത്തിന് നിഗളിച്ചു, അവിടെ എന്താ സംഭവിച്ചേ? വിട്ടേറ്റ് വീണു. ഇവിടെ ഇതാ സ്തോത്രം നിഗളിച്ചു, എന്താ സംഭവിച്ചേ? വിട്ടേറ്റ് വീണു. ഇപ്പുറത്തതാ നിഗളിച്ചു, വിട്ടേറ്റ് വീണു. ദൈവം മുമ്പാകെ മുട്ടുമടക്കിയപ്പോൾ കർത്താവ് കരുണയുള്ള ദൈവം കരുണയോടെ ഇറങ്ങി വന്നു, കൈക്ക് പിടിച്ചു, ചേർത്ത് അണച്ചു. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പച്ച അതേ കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നും അകത്തില്ലപ്പാ, എൻ്റെ ജീവിതത്തിനകത്ത് ഓരോ ദിവസം കഴിയുന്തോറും പാപത്തോട് പാപം കൂടുന്നതല്ലാതെ കർത്താവിൻ്റെ സ്വഭാവം എൻ്റെ അകത്ത് ഒന്നും നിറയുന്നില്ലപ്പാ. അങ്ങനിൽ നിറയണമേ, ഞാൻ മരിക്കട്ടപ്പാ, അങ്ങനിൽ നിറയണമേ. ആരോട് വിരോധം കാണിക്കാതിരിപ്പാ, ആരെക്കുറിച്ചൊന്നും പറയാതിരിപ്പാ. ദൈവമേ, എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ കൃപ എനിക്ക് തരണേപ്പാ. കർത്താവേ, ഇന്ന ഭാഗത്ത് എനിക്ക് ഇനിയും കുഴപ്പങ്ങളുണ്ട്, അവിടെ എല്ലാം ഒന്ന് നിറയാൻ, അങ്ങെപ്പോലെ ഒന്നാകാൻ ദൈവമേ കൃപ തരണേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓരോ വ്യക്തികളെ നോക്കുമ്പോൾ വ്യത്യസ്തമായ, അവർ ചിരിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നതെങ്കിലും അവർ വ്യത്യസ്തമായ വേദനയോടായിരിക്കും നടക്കുന്നത്. ഹല്ലേലൂയ. അവിടെയും കർത്താവേ, കർത്താവിൻ്റെ കൃപയിൽ പെരുമാറാൻ ഒരു കൃപ എനിക്ക് തരണേ. എല്ലാവരും പ്രാർത്ഥിക്കണം കർത്താവേ. അപ്പം എവിടെ പോയാലും ഈ 2024 ഇതുവരെ ദൈവം നമ്മളെ കരുതിയില്ലേ? ജനിച്ച നാൾ മുതൽ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ട ദൈവമാണ് നമ്മുടെ കരുണയുള്ള ദൈവം. ഇതുവരെ ദൈവം നമ്മളെ നടത്തി. ഹല്ലേലൂയ. എന്നാൽ ഇനിയും നടത്തുവാൻ ഈ ദൈവം മതിയായവനാണ്, വിശ്വസ്തനാണ്. പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായി എത്രയോ തവണ ഈ ആണ്ടിൻ്റെ അവസാന ഞായറാഴ്ച ഞാൻ പറയട്ടെ, എത്രയോ തവണ തീർന്നു എന്ന് പറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. എത്രയോ തവണ വീണുപോയി, ഇനി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആ സ്ഥാനത്ത് നമ്മൾ പുസ്തകപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ എഴുത്ത് നിർത്തിയപ്പോൾ എൻ്റെ കർത്താവ് നിർത്തിയെടുത്ത് ആരംഭിച്ചവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. തീർന്നെന്ന് പറഞ്ഞെടുത്ത് ലോകം എത്രയോ പറഞ്ഞു ഇതോടെ ആ കുടുംബം അവസാനിച്ചെന്ന് പറഞ്ഞില്ലേ? എത്രയോ പറഞ്ഞു ഇല്ല ഇനി ഒന്നും കാണത്തില്ല പറഞ്ഞില്ലേ? ഇല്ല പറഞ്ഞില്ലേ? പക്ഷേ എന്താ നമ്മളിവിടെ ഇരിക്കാൻ കാരണം എന്താ? കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ കരുണയാണ്. ഇതോടെ തീർന്നു, ഇനി തല പൊങ്ങത്തില്ല എന്ന് പറഞ്ഞില്ലേ? എത്രയോ പേര് പറഞ്ഞു ഇല്ലേ? പക്ഷേ ആ സ്ഥാനത്തും നമ്മളെ താങ്ങി ഒരു കരമുണ്ടെങ്കിൽ യേശുവിൻ്റെ കരമാണ്. ആ സ്നേഹിച്ച ഒരു കരമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കരമാണ്. ആ സ്നേഹിതനാകുന്ന യേശു ക്രിസ്തു ഇന്നും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഷോട്ടിൽ 2 ഉണ്ട്. ഒന്ന് ആ സഹോദരി പൊക്കുന്നത്, 2 സ്തോത്രം ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത ആ രണ്ട് സീനും ഞാൻ ചിന്തിച്ചപ്പോൾ വചനമായിട്ട് വളരെ പൊരുത്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നോക്കി ആ ഷോട്ട് ഒരുപാട് തവണ ഞാൻ ആ ഭാഗം അത്രയും കണ്ടു. ആ കുരുടിങ്ങനെ കണ്ണ് കാഴ്ചയില്ല. കണ്ണ് കാഴ്ചയില്ലാത്തവനല്ലേ അറിയാവൂ അതിൻ്റെ വേദന എന്തെന്ന്. അയ്യോ എല്ലാവരും
കണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് മാത്രം നടക്കാൻ കഴിയുന്നില്ല. കാഴ്ചയില്ല, മങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഷോട്ടിൻ്റെ കാര്യമോട് പറഞ്ഞെങ്കിൽ പോലും ഞാൻ പറയാം, ഷോട്ട് പ്രസംഗിക്കാനല്ല എന്നെ വിളിച്ചത്, യേശുവിനെ പ്രസംഗിക്കാനാ. പക്ഷെ ഞാൻ ഇതിനകത്ത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, കണ്ണ് മങ്ങിയാണ് ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയാം, ആത്മീകമായിട്ടാണോ മങ്ങല്, ഭൗമികമായിട്ടാണോ, പുറമേ ആണോ മങ്ങല്? രണ്ട് മങ്ങലും തീർക്കാൻ കഴിവുള്ള ഒരാൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് യേശു ക്രിസ്തു അത്രേ. പുറമേയുള്ള കാഴ്ചപ്പാടുകളെ മാറ്റി അകമേയുള്ള കാഴ്ചപ്പാടുകളെ മാറ്റി രണ്ടും ഒരുപോലെ നിർത്താൻ കഴിവുള്ള ദൈവം ഹല്ലേലൂയ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അയാൾ കിടന്ന് അലറി വിളിക്കുകയാണ്. കൂടെ വന്നവരെല്ലാം ശാസിച്ച് അയാളെ ഇരുത്തുകയാണ്. ഇരുത്തുമ്പോൾ ഹല്ലേലൂയ വീണ്ടും അധികം വിളിക്കുകയാണ്, അപ്പാ അയ്യോ എന്നെ തൊടണേ അപ്പാ, അയ്യോ ദാവീദ് പുത്രാ എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല ദൈവമേ, കാഴ്ച തരണമേ. ആരാണ് അയാളെ തള്ളിയെന്ന് അയാൾക്ക് അറിയത്തില്ല. ആരാണ് അവിടെ മിണ്ടായിരടാന്ന് പറഞ്ഞതെന്ന് അയാൾക്ക് അറിയത്തില്ല. അയാൾ കണ്ടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കാഴ്ചയില്ലാത്തവനല്ലേ അറിയുള്ളൂ അതിൻ്റെ വേദന. സ്തോത്രം. എന്നാൽ സ്തോത്രം, യേശു നടന്നങ്ങ് പോവുകയാണ്. പോയിട്ട് യേശു ഇങ്ങനെ തിരിഞ്ഞു നോക്കി, അവനെ തന്നെ ഇങ്ങനെ നോക്കി. അയാൾക്ക് അറിയത്തില്ല, യേശു നോക്കുന്ന കാര്യമൊന്നും അറിയത്തില്ല. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അലേറി വിളിക്കുകയാണ്. ശബ്ദം യേശു ഒപ്പിച്ച് പോയി കഴിഞ്ഞു. പക്ഷേ യേശു പറഞ്ഞു പോയി വിളിച്ചോണ്ടിരാൻ. സ്വത്രം. അവനെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുവന്നു. അവൻ്റെ വിടുതലിൻ്റെ ഒരു നിമിഷമായിരുന്നു അത്. ആ കണ്ണിൻ്റെ ഒരു മറുപടി, ആ നിലവറിയുടെ ഒരു മറുപടി, ആ ഞരക്കത്തിൻ്റെ ഒരു മറുപടി, അന്ന് വരെ ഭിക്ഷയാവശ്യത്തിൻ്റെ മറുപടി. ജനം ശാസിക്കുമ്പോഴും വേദനയുള്ളവനെ കണ്ട് അരിഞ്ഞ ഒരു യേശു ഉണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് മാത്രമേ ഉള്ളൂ. ആ കർത്താവ് ഇന്ന് ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. ഭാരപ്പെടണ്ട. ഏത് വേദനയുടെ നടുവിലും കുരുട്ട് കണ്ണെ തുറന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. അവനെ കാഴ്ച കൊടുത്തവനെ ചേർത്ത് പിടിച്ച ദൈവം. അവൻ തിരികെ പോയപ്പോൾ ആനന്ദത്തോടെ തിരികെ പോയി. ഇന്ന് പള്ളിയിൽ വന്നത് വ്യത്യസ്തമായ വേദനയോടെ ആയിരിക്കാം, ഭാരത്തോടെ ആയിരിക്കാം. ഞാൻ പറയാം, ഈ വേദനകൾ മാറി, ഈ ഭാരം മാറി, ഈ വിഷമതകൾ മാറി. ഇന്ന് ഈ ആലയത്തിൽ നിന്ന് പോകാൻ പോകുക. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ, ഈ വർഷം അവസാന ഞായറാഴ്ച നമ്മൾ നോക്കുമ്പോൾ ഒന്നുപോലും നമ്മുടെ ജീവിതത്തിൽ നല്ലതില്ലായിരിക്കാം. നല്ലതില്ല സ്നേഹിതരെ, ഒന്നുപോലും പറയാൻ നല്ലതില്ല. പക്ഷേ നല്ലതുള്ള ഒരാളെ ഉള്ളത് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നമ്മൾ നിറയാൻ എത്ര വിട്ടുകൊടുക്കും. കർത്താവേ, ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നു, അങ്ങ് നിറയണമേ. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിലേക്ക് പെട്ടെന്ന് വരുന്നു. വായിച്ചേ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്കോ അവൻ കൃപ കൊടുക്കും. നിഗളികളോട് എതിർത്തു അല്ലേ? അവിടെ താഴ്മപ്പെട്ടപ്പോൾ അവിടെ ദൈവം ഇറങ്ങി. ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് വീണ്ടും പല ഭാഗങ്ങളിലുണ്ട്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനകത്ത് ഒരുപാട് ഭാഗങ്ങളുണ്ട്. നിഗളികളോട് ദൈവം എതിർത്തു, പക്ഷെ മുട്ടുമടക്കിയപ്പോൾ അവിടെ ദൈവം ഇറങ്ങി ക്ഷമിച്ചു. ഹല്ലേലൂയ. കരുണ കാണിച്ചു, ക്ഷമ കൊടുത്തു. കർത്താവ് തന്നെ തൊട്ടു, രക്തം കൊണ്ട് കഴുകി, ഒരുപാട് പേരെ വിടുവിച്ചു. ഞാൻ പറയാം, താഴ്മയുള്ളിടത്ത് കർത്താവ് ഇറങ്ങി വരും. അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. അത് കർത്താവ് തടയേണ്ടതാണ്, നമ്മുടെ അകത്ത് നിറയേണ്ടതാണ്. ഇന്ന് എത്ര പേർക്ക് ആ താഴ്മയുടെ സ്വഭാവം വേണം? കർത്താവിനോട് നമ്മൾ പറയണം, അപ്പച്ച അങ്ങനെ നിറയുക, അങ്ങയുടെ ആ സ്വഭാവം താഴ്മയുടെ സ്വഭാവം എന്നിൽ നിറയ്ക്കുക. കർത്താവേ, അങ്ങ് താഴ്മയുള്ളവനാണ്, അങ്ങ് കൃപയുള്ളവനാണ്, അങ്ങ് കരുണയുള്ളവനാണ്. അങ്ങയുടെ കൃപ എൻ്റെ അകത്ത് നിറയ്ക്കുക. യേശുവപ്പച്ച, പുതിയൊരാളായിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവ് പഴയ ഒരാളല്ല, പിന്നെ പുതിയൊരാൾ. എങ്ങനെ പുതിയൊരാൾ? കഴിഞ്ഞ നാളിൽ മങ്ങൽ പറ്റിയ പ്രാർത്ഥനകൾ, കഴിഞ്ഞ നാളുകൾ സ്തോത്രം മങ്ങൽ പറ്റിയ എല്ലാം അവിടെ എല്ലാം എനിക്ക് മടങ്ങി വരണം. 2 സ്തോത്രം കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കണ്ണ് കുരുടായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്തോത്രം, ഞാൻ പലരെയും വീക്ഷിച്ച കോണുകൾ കുരുട് കണ്ണോടായിരുന്നു. സ്തോത്രം, പലരും പറഞ്ഞ് സംസാരിച്ച വാക്കുകൾ കുരുട്ട് കണ്ണോട്, അവരുടെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല. കർത്താവേ, ഇതാ സ്തോത്രം, അപ്പൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്നെ ഒന്ന് തൊടണേ, എൻ്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ, എൻ്റെ ഹൃദയത്തിനകത്ത് ഒന്ന് വരണമേ. താഴ്മയുള്ളവർക്കോ ദൈവം എന്ത് കൊടുക്കും? കൃപ കൊടുക്കും. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം മുഴുവൻ മാറട്ടെ. ജീവിതത്തിനകത്ത് ഭയങ്കര ഒരു മാറ്റം വരട്ടെ. ജീവിതത്തിനകത്ത് എന്ത് വരണം? ഒരു ഭയങ്കര ഒരു മാറ്റം. യേശു എന്നിൽ വന്നാൽ ഏറ്റവും ഇഷ്ടം, ഞാൻ എന്നും പറയുന്ന കാര്യമായത്, യേശു എന്നിൽ വന്നാൽ എല്ലാ ഭാഗത്തും മാറും. നമുക്കൊരു മാറ്റം വരട്ടെ. മറ്റുള്ള സ്വത്രം മറ്റെല്ലാ ഭാഗത്തും ജീവിതത്തിനകത്ത് ഇതുവരെ എവിടെയൊക്കെ എന്തൊക്കെ വന്നെങ്കിലും അവിടെയും ക്ഷമിക്കാൻ കരുണയുള്ള യേശു ക്രിസ്തുവിടെ വന്നിട്ടുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. ആ കർത്താവിനോട് തുറന്നങ്ങ് പറയാം. സ്വത്രം. എല്ലാം തുറന്ന് പറയാൻ ഒരു സ്ഥലമുണ്ട്. ആരാ? യേശു ക്രിസ്തു. എല്ലാം തുറന്ന് പറയണം, തുറന്ന് പറയണം. യേശുവിനോട് എല്ലാം തുറന്ന് പറയാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ യേശു. ഈ മനുഷ്യരോട് എല്ലാം തുറന്നു പറയാൻ പറ്റുമോ? അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. എല്ലാം തുറന്നു പറയാൻ പറ്റുന്നവർ സിസ്റ്റർ പറയുന്നില്ലെന്ന്. ചിലർക്ക് പറയാൻ പറ്റും, ഇല്ല എന്ന് പറയും. കാരണം എന്താ? അവരെല്ലാം അകപ്പെട്ടു പോയവരാ, പറഞ്ഞാൽ പോക്ക, സങ്കടപ്പെടുത്തിയിട്ടുള്ളവരായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ യേശുവിനോട് എല്ലാം എന്ത് ചെയ്യാം? നമ്മൾക്കെല്ലാം എല്ലാം എന്ത് ചെയ്യാം? പറയാം. പക്ഷെ പങ്കുവയ്ക്കുമ്പോൾ യേശു കർത്താവ് ആരോടെങ്കിലും പറയുമോ?
ഞാൻ എൻ്റെ വേദനകളെല്ലാം എൻ്റെ മുറിക്കകത്തിരുന്ന് കരഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എനിക്ക് സന്തോഷത്തോടെ ഇറങ്ങി. യേശു എൻ്റെ റൂമിനകത്ത് നിന്ന് വെളിയിറങ്ങി അപ്പുറത്ത് വീട്ടിൽ ചെന്ന് ശാലിനി ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറയുമോ? ഇല്ല. പക്ഷെ നമ്മളാണെങ്കിലോ, നമ്മളാണെങ്കിൽ 5 കൂടെ കയ്യിൽ നിന്നിട്ട് നീ അറിഞ്ഞാ എന്ന് പറഞ്ഞ് രാവിലെ ആകുമ്പോൾ അവരെ മുറ്റത്ത്. പക്ഷെ യേശു അങ്ങനെയല്ല. യേശു ആണെങ്കിൽ സ്വതന്ത്രം നമ്മുടെ വേദനകളെല്ലാം എന്ത് ചെയ്യും മറ്റും. ആ യേശു ഇന്ന് വന്നിട്ടുണ്ട്. 2 വാക്കും കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സമയമായി. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. എന്തിനുള്ള കൃപ നൽകും? ക്ഷമിക്കാൻ, സഹിക്കാൻ, താഴാൻ, പോട്ടെന്ന് പറയാൻ. അപ്പാ എനിക്ക് അങ്ങയുടേതായി മാറണം, അങ്ങനെ എനിക്ക് ജീവിക്കണം. യേശു എങ്ങനെയാണോ അതുപോലെ അതിനുവേണ്ടി ഒരു ആഗ്രഹമുണ്ട്. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് അതിന് കൃപ തരുവാനും ഒരുവൻ വന്നിട്ടുണ്ട്. താഴ്മയുള്ളവർക്കോ കൃപ ലഭിക്കും. ആരുടെ കൃപ? ദൈവത്തിൻ്റെ കൃപ. നികളത്തെ വെട്ടുന്ന കൃപ. സ്തോത്രം. അത് യേശുപ്പനാ തരേണ്ടത്. അടുത്ത വരി. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള, എൻ്റെ അപ്പൻ്റെ കൈ എങ്ങനെയുള്ളതാണ്? ബലമുള്ള കൈ കീഴിൽ താണിരിപ്പിൻ. സ്തോത്രം. താഴ്മയോടെ ഇരിക്കാം. അപ്പച്ച ഇല്ല, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിന് പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു പുതിയ ആളായി മാറണം. എന്നെക്കൊണ്ട് പറ്റത്തില്ല. യേശുപ്പനിൽ നിറയണം. യേശുപ്പൻ്റെതാക്കി എന്നെ മാറ്റണം. പുതു ശക്തി തരണം, പുതു കൃപയെ തരണം, പുതു ബലം തരണം, പുതു ആനന്ദം തരണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവേ? പുതിയൊരു സമാധാനം. ഭവനങ്ങൾക്കകത്തെല്ലാം ഒരു സമാധാനം വരട്ടെ. എന്ത് വരണം? വീട്ടിനകത്ത് എന്ത് വരണം? സമാധാനം ഉണ്ടെങ്കിൽ പച്ചവെള്ളം കുടിച്ചാലും സമാധാനം ഇല്ലെങ്കിലോ? എല്ലാ ഫുഡും ഉണ്ടെങ്കിലും യേശു ഉള്ള വീട്ടിനകത്ത് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും, യേശു ഇല്ലെങ്കിലോ എന്തുണ്ടെങ്കിലും ഒന്നുമില്ല. യേശു വരട്ടെ. ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അതുകൊണ്ട് നിങ്ങളെ തക്ക സമയത്ത്. അതേതാണ് തക്ക സമയം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ മാത്രമാണെന്ന്? ഞാൻ പറയാം, ഇത് ഇവിടത്തെയും കാണുമായിരിക്കും. പക്ഷേ ഇന്ന് എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടാലും തളച്ചു നിൻ്റെതാ. യേശുവിൻ്റെ വായിലൂടെ വരുന്ന വാക്കാണ് നല്ലത്, മനുഷ്യൻ പറയുന്നതാണോ? നമ്മൾ നോക്കുന്ന ആരാണ്? അവനിങ്ങനെയാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, അവൻ നിന്നെക്കുറിച്ചടാ ഇങ്ങനെയാണടാ പറയുന്നത് എന്ന് പറഞ്ഞ് മനുഷ്യൻ പറയുന്ന വാക്ക് നോക്കൂ അല്ലേ? പക്ഷെ ദൈവം പറയുന്ന വാക്ക് ആരെങ്കിലും നോക്കൂ? ഇല്ല. സ്വത്രം. ഒരു ദിവസം തക്ക സമയം അപ്പൻ്റെ അടുത്ത് എത്തുമ്പോൾ അപ്പം പറയും, മക്കളെ ഒരുപാട് അനുഭവിച്ചു അല്ലേ? നമുക്കൊന്നും പറയാമില്ല, യേശുവിനെ കാണുമ്പോൾ ഒന്നും പറയാൻ ഇല്ല. പക്ഷേ യേശു ചേർത്ത് വെച്ചിട്ട് ഒരുപാട് അനുഭവിച്ചു അല്ലേ? കർത്താവ് ദൂതന്മാരുടെ നടുവിൽ വെച്ച് അവിടെ വെച്ചാണ് കർത്താവ് ഉയർത്തിപ്പിടിക്കുന്നത്. സ്തോത്രം. ഒരുപാട് സഹിച്ചില്ലേ? ഒരുപാട് തകർന്നുല്ലേ? ആരും ഒരു വാക്ക് തന്നെ കരുതി മിണ്ടാൻ ഇല്ലായിരുന്നില്ലേ? പക്ഷേ അപ്പോൾ സംസാരിക്കുന്ന ഒരു ദൈവം അവിടെ വെച്ചാണ് കോടികൾക്ക് മനസ്സിലാകുന്നത്, ഈ നിധിയാണല്ലോ ഞാൻ തകർത്തത്. ദൈവത്തിന് സ്തോത്രം. ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അടുത്ത വരി കൂടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ യേശുപ്പച്ചൻ എനിക്കായി കരുതിയിട്ടുണ്ട്. അടുത്ത നിങ്ങളുടെ സകല ചിന്താകുലവും, എല്ലാ ചിന്തകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ 2024 എല്ലാം ഇട്ടിട്ട് വേണം ഇവിടുന്ന് പോകാൻ. യഹോവ നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു. റാഫയായി, ശമ്മയായി, നിസ്സിയായി, ജയക്കൊടിയായി, എൽറോയിയായി, എൽഷദായിയായി, ഷമ്മയായി, എബനേസരായി, സർവശക്തനായി, സർവവല്ലഭനായി കരം പിടിച്ചിട്ടുണ്ട്. ഭാരപ്പെടണ്ട. തലയിലൊരു മുടി കൊഴിയുന്നത് ആരറിയും? ദൈവം അറിയും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഭവനത്തെ ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അയാളെ കല്ലെറിഞ്ഞ് കൊണ്ടുപോയപ്പോൾ അവരാരും ദൈവത്തെ കണ്ടില്ല, പക്ഷെ ദൈവം കാണുകയും ചെയ്തു, ഈ ഏരിയ അവനോട് സംസാരിക്കുകയും ചെയ്തു അല്ലേ? അർത്ഥം, ഒരു ദൈവ പൈതലാണോ ഞാനും നിങ്ങളും? നമ്മെ കാണുന്ന ദൈവമുണ്ട്, നമ്മുടെ ഭവനത്തെ കാണുന്ന ദൈവമുണ്ട്, ഭവനത്തിനകത്തുള്ള എല്ലാ അംഗങ്ങളെയും കാണുന്ന ദൈവമുണ്ട്. തീർന്നില്ല, നമ്മൾ ആവശ്യങ്ങളും കാണുന്ന ദൈവമുണ്ട്, നമ്മുടെ ക്ഷീണങ്ങളും കാണുന്ന, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഹൃദയമിടിപ്പ് പോലും അറിയുന്ന ഒരു ദൈവം ഉണ്ട്. ഹൃദയമിടിപ്പ് പോലും എന്ത് ചെയ്യും? അറിയും. ഹൃദയത്തിനകത്തൊരു വേദന വന്നാൽ അത് എന്തിൻ്റെ വേദനയാണെന്ന് ആർക്കറിയാം? നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും കർത്താവിനറിയാം. ആ കർത്താവ് ഇന്ന് ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്,
ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, കണ്ണുനീരൊപ്പുന്നവൻ, മാറോട് ചേർത്ത് പിടിക്കുന്നവൻ, രോഗത്തെ സൗഖ്യമാക്കുന്നവൻ, പാപിക്ക് രക്ഷ കൊടുക്കുന്നവൻ, പുതിയ ആളാക്കി മാറ്റാൻ കഴിവുള്ള ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. സ്വത്രം. ബാക്കിയെല്ലാം മനുഷ്യർക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ പാവമോചനം തരാൻ ആർക്ക് മാത്രമേ പറ്റൂ? യേശുവിന് മാത്രമേ പറ്റൂ. പേര് ചേർക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ? യേശുവിന് മാത്രമേ പറ്റൂ. രക്തം കൊണ്ട് കഴുകാൻ ആർക്ക് മാത്രമേ പറ്റൂ? യേശുവിന് മാത്രമേ പറ്റൂ. പരിശുദ്ധാത്മാവിനെ തരാൻ മനുഷ്യർക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, യേശുവിന് മാത്രമേ പറ്റൂ. യേശുവിൻ്റെ സ്വഭാവം തരാൻ ഈ ലോകത്തിലുള്ള ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ആർക്ക് മാത്രമേ പറ്റൂ? യേശുവിന് മാത്രമേ പറ്റൂ. യേശുവിനെ പോലെ ആക്കാൻ ഈ ലോകത്തിലുള്ള ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, യേശുവിന് മാത്രമേ പറ്റൂ. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയട്ടെ സ്നേഹിതരെ, സ്തോത്രം, അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ നിങ്ങളുടെ സകല ചിന്താകളവും ആരുടെ മേലിടണം? ഓ സ്തോത്രം, നിനക്കായി കരുതും യേശു നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. 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 നാബോത്തിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ഞാൻ പറയും, ദൈവം ഉണ്ടായിരുന്നു. സഹോദരിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു, ദൈവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചിന്തിച്ചു, ആ കഴുത അടിച്ചുല്ലേ, ബിലിയാം കഴുത അടിച്ചില്ലേ? കഴുതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം ഇറങ്ങിയില്ലേ? ദൈവത്തിൻ്റെ ശക്തി നാവിൽ കൊടുത്തു. ഉരിയാടാത്ത ആ മൃഗം എന്ത് ചെയ്തു? വാ തുറന്ന് സംസാരിച്ചു. നീ ഇതുവരെ എന്നെ അടിച്ചല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ? ആരാ ചോദിച്ചേ? നീ ഇതുവരെ ഇഞ്ചിഞ്ചായിട്ട് എന്നെ പിഴിഞ്ഞല്ലോ, നീ എത്ര ചവിട്ടെനിക്ക് തന്നു, നീ എത്ര അടി തന്നു, നീ എത്ര ആശ എന്നെ ഉപദ്രവിച്ചു. കഴുത ദൂതനെ കണ്ടു. ബിലിയാമിന് ദൂതനെ കാണാൻ പറ്റിയില്ല. കഴുത മാറി സഞ്ചരിച്ചു. ബിലിയാം അടി കൊടുത്തു. ഇടിച്ചിടിച്ച് തകർത്തപ്പോ ദൈവം കർത്താവ് ഒരു ശക്തി ഉരിയാട കഴുതയുടെ വായിലും കൊടുത്തു. കഴുത വാ തുറന്ന് മനുഷ്യൻ സംസാരിക്കുമ്പോൾ ചോദിച്ചു, നീ ഇത്രയും വർഷം എൻ്റെ പുറത്ത് സഞ്ചരിച്ചിട്ട് ഇന്ന് വരെയെങ്കിലും ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇന്ന് വരെയെങ്കിലും ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുവരെ നീ എന്നെ അനുസരിച്ചില്ലേ? ഇവിടെ വെച്ച് നീ എന്തിനാ എന്നെ ഉപദ്രവിച്ച്? വാ കൊടുത്തു ദൈവം. തീർന്നില്ല, ദൈവം അവിടെ ഇറങ്ങി അവന് വേണ്ടി സംസാരിക്കാൻ. ഇവിടെയും ദൈവം ഇറങ്ങി. ഇന്നതിനകത്തും അവൻ നിങ്ങൾക്കായി, എനിക്കായി, നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും കർത്താവിനെ ഇട്ടുകൊടുക്കാം. ആവർത്തന പുസ്തകം ആ ഒറ്റ വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിന് 12-ാം വാക്യം വായിക്കുമ്പോൾ 11:12 ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. ഈ 2024 ഈ അവസാന ഞായറാഴ്ച സ്വന്തം യഹോവയുടെ ദൃഷ്ടി നമ്മളെ വിളിച്ച് വേർതിരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളെ കുടുംബത്തിൻ്റെ മേൽ പോയ വഴിക്ക് വന്ന വഴിക്കെല്ലാം യഹോവയുടെ ദൃഷ്ടിയിരുന്നു. ഇതേ ദൃഷ്ടി പുതുവർഷത്തിലും കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ എല്ലാവരുടെ മേലും കുടുംബത്തിൻ്റെ മേലും ഇരിക്കട്ടെ. കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ, ആശ്വാസം ഉണ്ടാകട്ടെ, കുടുംബത്തിനകത്ത് വലിയ വിടുതലുണ്ടാകട്ടെ. നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങളാണോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങൾക്കെല്ലാം വലിയൊരു വിടുതൽ, വലിയൊരു സമാധാനം, വലിയൊരു സ്വസ്ഥത വരുന്ന നാളുകൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഉണ്ടാകട്ടെ.
നിങ്ങൾ തകരുന്ന കലങ്ങുന്ന വിഷയങ്ങൾക്ക് എല്ലാത്തിനും ഒരു മറുപടി. കഴിഞ്ഞ നാളുകളിൽ എന്തെല്ലാം വിഷയങ്ങൾ ഓർത്താണോ തകർന്നത്, കലങ്ങിയത്, അതിനെല്ലാം മറുപടി കിട്ടട്ടെ. രോഗങ്ങൾ, ഭാരങ്ങളും, സ്വത്രം, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം മാറി പുതിയ വർഷം ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ക്രിസ്തു യേശുവിൻ്റെ വിളി എന്തെന്ന് തിരിച്ചറിഞ്ഞ് സ്നാനപ്പെടേണ്ടതെല്ലാം സ്നാനപ്പെട്ട് എല്ലാവരും ക്രിസ്തുവിൽ നിറഞ്ഞവരായി അഭിഷേകത്താൽ ജ്വലിച്ച് കർത്താവ് ഏൽപ്പിക്കുന്നതിനെ വിശ്വസ്തയോടെ ചെയ്യുവാൻ, കൃപയോടെ നിന്ന് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കാം.